വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ ഇപ്പോഴും പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്ററായ ഫോർമേഷൻ ഓഫ് എ കമ്പനി രൂപീകരണം എന്ന ചാപ്റ്ററാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്? യെസ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ പഠിച്ചത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം കമ്പനി എന്ന് പറയാം. ഈ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപ്പച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി തുടങ്ങിയ ഫീച്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അതിൽ പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ക്യാൻ ഓൺ പ്രോപ്പർട്ടി, എൻ്റർ ഇൻ ടു കോൺട്രാക്ട്, ബോറോ മണി, സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഒരു കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്, കൃത്രിമ വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ പേഴ്സൺസ് ആണ്, പ്രത്യേക വ്യക്തികളാണ്. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് പ്രത്യേകമായിട്ട് നിലവിൽ വരുന്ന ഒന്നാണ്. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നിലവിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു കമ്പനിയെ ഇല്ലായ്മ ചെയ്യണമെങ്കിലും നിയമത്തിനനുസരിച്ച് അതിനെ ഇല്ലായ്മ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു കമ്പനി ഇല്ലാതാവുന്നുള്ളൂ. ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതൊക്കെ നിയന്ത്രിക്കുന്നത് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് കമ്പനി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ തയ്യാറാക്കുന്ന ഇത്തരം ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻട്രഡക്ഷൻ. ദി സ്റ്റെപ്സ് വിച്ച് ആർ റിക്വയർഡ് ഫ്രം ദി ടൈം എ ബിസിനസ് ഐഡിയ ഒറിജിനേറ്റ്സ് ടു ദി ടൈം എ കമ്പനി ഈസ് ലീഗലി റെഡി ടു കമൻസ് ബിസിനസ് ആർ റെഫേർഡ് ടു ആസ് സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ട ഒരു ആശയം ഉടലെടുക്കുന്നത് മുതൽ ആ ബിസിനസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് ആ വിവിധ നടപടികളെ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നു. ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആശയം ഉടലെടുക്കുന്നത് മുതൽ ആ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ ചെയ്യുന്ന വിവിധ നടപടികളെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണുള്ളത്. എന്തൊക്കെയാണ് ആ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്ന് നോക്കാം. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഈ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഇനി അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാം പ്രൊമോഷൻ ഓഫ് എ കമ്പനി. പ്രൊമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇറ്റ് ഇൻവോൾവ്സ് കൺസീവിംഗ് എ ബിസിനസ് ഐഡിയ ആൻഡ് ടേക്കിംഗ് ആൻ ഇനീഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി. ഇറ്റ് ഈസ് ദി process of identifying business opportunity, analyzing its prospects and taking appropriate steps to implement it for the formation of a company.
ഒരു കമ്പനി രൂപീകരിക്കാനുള്ള പ്രാരംഭ ഘട്ടമാണ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ആശയം ഉടലെടുക്കുന്നതും ആ ആശയം വിശകലനം ചെയ്യുന്നതും കമ്പനി രൂപീകരണത്തിനായി അത് നടപ്പിലാക്കുന്നതും ആയ നടപടികളെയാണ് നമ്മൾ പറയുന്നത് പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി ഫംഗ്ഷനാണ് നമുക്ക് പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രൊമോട്ടർ. ആരാണ് പ്രൊമോട്ടേഴ്സ്? പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പനി രൂപീകരിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അവരെയാണ് പറയുന്നത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഒരു കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് നിയമത്തിനനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനി നിലവിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനുണ്ട്, ഒരുപാട് ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. ഇത്തരം ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഒരു കമ്പനി നിലവിൽ വരുത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിനെയാണ് പറയുന്നത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. നോക്കാം. പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് who undertake to form a company. He takes the initiative to bring a company into existence. The promoter performs various functions to bring a company into existence. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സിൻ്റെ അവസരങ്ങൾ തിരിച്ചറിയുക. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ഓഫ് എ പ്രൊമോട്ടർ ഈസ് ടു ഐഡൻറ്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓർ എൻ ഐഡിയ. ദി ഐഡിയ മേ ബി ഫോർ സെറ്റിംഗ് അപ്പ് എ ന്യൂ ബിസിനസ് ഓർ എക്സ്പാൻഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് യൂണിറ്റ്. ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആശയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പ്രൊമോട്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ആശയം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് വിപുലീകരിക്കാനുള്ള ആശയമാകാം. ഒരു ബിസിനസ് അവസരം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രൊമോട്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീസിബിലിറ്റി സ്റ്റഡി. അങ്ങനെ ഒരു ബിസിനസ് ആശയം ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ ആശയം എത്രമാത്രം പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ സാധ്യതാ പഠനം നടത്തണം. അതാണ് രണ്ടാമത് വരുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി. ഇറ്റ് മേ നോട്ട് ബി ഫീസിബിൾ ഓർ പ്രോഫിറ്റബിൾ ടു കൺവേർട്ട് ഓൾ ബിസിനസ് ഐഡിയാസ് ഇൻ ടു റിയൽ പ്രൊജക്ട്സ്. ഒരു പ്രൊമോട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാ ആശയങ്ങളും ബിസിനസ് ആശയങ്ങളും പ്രാവർത്തികമാക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ഐഡിയ എന്താണോ ആ ബിസിനസ് ഐഡിയയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിരിക്കണം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പഠനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടെക്നിക്കൽ ഫീസിബിലിറ്റി, സാങ്കേതിക സാധ്യതാ പഠനം. നമുക്കൊരു ബിസിനസ് ഐഡിയ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ഐഡിയ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റും, ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ടെക്നോളജി വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ, അവൈലബിൾ ആണോ, അത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ വേണ്ടി പറ്റൂ. അപ്പം ആവശ്യമായ ടെക്നോളജി നമുക്കുണ്ടോ, അത് വെളിയിൽ അവൈലബിൾ ആണോ, അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രൊമോട്ടർ പരിശോധിച്ചിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ധനപരമായ സാധ്യതാ പഠനം. ഒരു പ്രൊമോട്ടർ ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി എത്രമാത്രം പൈസയാണ് ആവശ്യമായി വരിക എന്ന് കണ്ടെത്തണം. അപ്പോൾ ആ പൈസ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രസ്തുത ബിസിനസ്സിനുള്ള അതിനുള്ള ശേഷിയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുന്നേ ആ ബിസിനസ് ഐഡിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി എത്രമാത്രം ഫണ്ടാണ് ആവശ്യമുള്ളത്, ആ ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നതാണോ എന്ന്
പരിശോധിച്ചിരിക്കണം. അതാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമിക് ഫീസിബിലിറ്റി, സാമ്പത്തിക സാധ്യതാ പഠനം. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഐഡിയ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ആ ഒരു ഐഡിയ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഐഡിയ നമുക്ക് പ്രാവർത്തികമാക്കാനും അത്തരം ബിസിനസ് ആരംഭിക്കാനും പാടുള്ളൂ. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് നെയിം അപ്രൂവൽ, പേര് അംഗീകരിക്കൽ. പ്രൊമോട്ടറുടെ അടുത്ത ഡ്യൂട്ടിയാണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഒരു പേര് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ പേര് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴൊരുപാട് കമ്പനികൾ നിലവിലുണ്ട്. അത്തരം കമ്പനികളുടെ പേര് പുതുതായിട്ടൊരു കമ്പനിക്ക് ഇടാൻ വേണ്ടി രജിസ്ട്രാർ അനുവദിക്കില്ല. അതുപോലെ തന്നെ ആ പേരുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളും രജിസ്ട്രാർ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് ഏത് പേരാണോ അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള പേര് ഏതാണോ ആ പേര് കണ്ടെത്തി 3-4 പേരിൻ്റെ ലിസ്റ്റ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. The promoter have to select a name for the business. He must submit an application to the registrar of companies for approving the name. Next, fixing up signatories to the memorandum of association. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ട വ്യക്തികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്യേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ്, അത് പ്രൊമോട്ടർ മുൻകൂട്ടി തീരുമാനിക്കണം. അങ്ങനെ സൈൻ ചെയ്യുന്നവരാണ് സാധാരണയായിട്ട് ഡയറക്ടർമാരായിട്ട്, ഇനീഷ്യൽ ഡയറക്ടർമാരായിട്ട് അറിയപ്പെടുക. Promoters have to decide the members who will be signing the memorandum of association of the proposed company. നെക്സ്റ്റ് വരുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്, വിദഗ്ധരെ നിയമിക്കൽ. ഒരു കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു, ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനും ഇത്തരം ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുവാനുമായി പ്രൊമോട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റർമാരെ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ, മർച്ചൻ്റ് ബാങ്കുകളെ, അതുപോലെ മറ്റ് എക്സ്പേർട്ടുകളെ, വിദഗ്ധന്മാരെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്. ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്. പിന്നെ വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, നെക്സ്റ്റ് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, എഗ്രിമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫീ തുടങ്ങിയ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനുണ്ട്. ഇത്തരം ഡോക്യുമെൻറ്റുകൾ കൃത്യമായി തയ്യാറാക്കി അത് രജിസ്ട്രാറുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർ ഈ ഡോക്യുമെൻറ്റുകളൊക്കെ പരിശോധിച്ച് തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി ആ ഡോക്യുമെൻറ്റുകൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോട്ടറുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.